ഹലോ, സുഖമാണോ എല്ലാവർക്കും? ERSRT ബാങ്കിലേക്കുള്ള പാഴ്സൽ ഓപ്പൺ ചെയ്യലല്ലേ എപ്പോഴും ഉള്ള പരിപാടി. ഇന്ന് നമുക്കൊരു പാഴ്സൽ അയച്ചാലോ? ഒരുപാട് ഡ്രസ്സൊന്നുമില്ല കേട്ടോ, അതേ ഇത്രേ ഉള്ളൂ. ആഹാ, സാധാരണ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഒന്ന് ഞൊടിച്ചപ്പോഴേക്ക് ഡ്രസ്സൊക്കെ മടങ്ങി കിട്ടി. പാവൻ്റെ അമ്മയാട്ടോ ഇത്രയും മടക്കി തന്നത്. എപ്പോഴും ഇങ്ങനത്തെ ബോക്സിലല്ല കേട്ടോ ഡ്രസ്സൊക്കെ പാഴ്സൽ അയക്കുന്ന, കവറിലാണേ. കവർ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ എത്തിയിട്ടില്ല. അപ്പോൾ അത് എത്തുന്നവരെ കാത്തിരിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടും ഇത് ERSRT ഓഫീസിൽ അത്യാവശ്യമായി എത്തിക്കേണ്ടതുകൊണ്ടും എനിക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടും മുൻകൂട്ടി തീരുമാനിച്ച ഡേറ്റിൽ ഇതവിടെ എത്തണമെങ്കിൽ തൽക്കാലം വേറെ വഴിയൊന്നുമില്ല. എന്നാലേ എല്ലാം സോർട്ട് ചെയ്ത് കൃത്യസമയത്ത് ഇത് ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. കുറേ ആൾക്കാരൊക്കെ പല സ്ഥലത്തുനിന്ന് ഡ്രസ്സ് കളക്ട് ചെയ്ത് എത്തിച്ചതിന്റെ ഫോട്ടോസൊക്കെ ERSRT ഗ്രൂപ്പിൽ കണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം ഇതും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് തന്നെ അയക്കുന്നത്. നമ്മൾ ഇത്രയും കാര്യമായിട്ട് പാക്ക് ചെയ്തുകൊണ്ട് പോകും, പക്ഷേ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ ഇത് ഓപ്പൺ ചെയ്ത് മൊത്തം ഉഴുതും മറിച്ച ഒരു അവസ്ഥയാക്കി ചെക്ക് ചെയ്തിട്ടേ വീണ്ടും നമ്മൾ ഇത് ഒട്ടിച്ച് പിറക്കെ അയക്കാൻ സമ്മതിക്കുള്ളൂ. കാരണം പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ഇതിൽ ഒളിപ്പിച്ചിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പ് വരുത്തണമല്ലോ. എന്നാൽ പിന്നെ ഒട്ടിക്കാതെ കൊണ്ടുപോയാൽ പോരെ എന്ന് അമ്മ ചോദിച്ചു. പക്ഷേ അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഫുൾ സെറ്റ് ആക്കി കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ മതിയല്ലോ, എന്നിട്ട് വീണ്ടും ഒട്ടിക്കും. ഒരു മനസ്സ്. പിന്നെ പോകുമ്പോൾ അവിടെ ചെന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ചെക്കിങ് കഴിഞ്ഞ് വീണ്ടും ഒട്ടിക്കാനുള്ള ഐറ്റംസ് കൂടെ കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. ഞാൻ വേറെ സ്ഥലങ്ങളിലൊക്കെ പാഴ്സൽ അയക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഇല്ല കേട്ടോ. മൊത്തം കവർ ചെയ്ത് നമ്മൾ കൊണ്ടുചെല്ലുന്നു, വെയിറ്റ് അവർ നോക്കുന്നു, എമൗണ്ട് അവർ പറയുന്നു, നമ്മളത് കൊടുക്കുന്നു, റെസിപ്റ്റ് അവർ തരുന്നു, നമ്മൾ ടാറ്റ ബൈ ബൈ ഓക്കെ പറഞ്ഞ് ഇറങ്ങുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ. നമ്മളിതേ പോസ്റ്റ് ഓഫീസിലെത്തി ഓപ്പൺ ചെയ്ത് കാണിച്ചു, പക്ഷേ ചെറുതായി ഒന്ന് പണി പാളി കേട്ടോ. ബ്ലേഡും സെല്ലോ ടേപ്പ് എടുത്ത് ടേബിളിൽ വെച്ച്, പക്ഷേ ബാഗിലേക്ക് വെക്കാൻ മറന്നുപോയി. പിന്നെ അവിടെ നിന്നൊരു അണ്ണൻ്റെ കീ ചെയിനിലുള്ള ബ്ലേഡ് പോലെ ഒരു സാധനം വെച്ചിട്ട് ബോക്സ് നല്ല വൃത്തിയായിട്ട് ഓപ്പൺ ചെയ്ത് തന്നു. ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ട് വരരുത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് അവിടുത്തെ ചേച്ചി ചോദിച്ചു എന്നോട്. തുറന്ന് വെച്ചുകൊണ്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ അടുത്തുള്ളൊരു കടയിൽ പോയി ബ്ലേഡ് സെല്ലോ ടേപ്പും വാങ്ങിയാൽ ഇനി യൂസ്ഫുൾ ഐറ്റം ആണല്ലോ. അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം അത്രേ ഉള്ളൂ. കുറച്ച് സമയം എടുത്തെങ്കിലും ഉദ്ദേശിച്ച കാര്യം വളരെ ഭംഗിയായിട്ട് നടന്നു. പാഴ്സൽ 5 കിലോ 696 ഗ്രാം കൃത്യം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ എമൗണ്ട് പേ ചെയ്തു, കസ്റ്റമർ ഡിക്ലറേഷൻ ഫോം സൈൻ ചെയ്ത് കൊടുത്തു, സമാധാനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. ടാറ്റാ.